നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സന്ദർശക വിസയിൽ ജോലി അന്വേഷിച്ചെത്തി കുടുങ്ങിയവരെയും താമസ വിസ കാലാവധി കഴിഞ്ഞ് അനധികൃതമായി താമസിക്കുന്നവരെയും UAE സ്വർണ്ണക്കടത്ത് മാഫിയ കാരിയർമാരാക്കുന്നു. നാട്ടിലേക്ക് സ്വർണം കൊണ്ടുപോവുകയാണെങ്കിൽ വിമാന ടിക്കറ്റും 1.5 ലക്ഷം രൂപ വരെയും പ്രതിഫലം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പ്രലോഭിപ്പിച്ചാണ് സാധാരണക്കാരായ നിഷ്കളങ്ക യുവത്വങ്ങളെ വലവീശി പിടിക്കുന്നത് പോലും. അങ്ങനെ ഒട്ടേറെ പേർ ഇതിനോടകം തന്നെ കാരിയർമാരായി പ്രവർത്തിച്ചു. മറ്റനേകം പേർ യാത്രയ്ക്ക് തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ഇത്തരത്തിൽ ദിനംപ്രതി വൻതോതിൽ സ്വർണം ഇന്ത്യയിലേക്ക് കടത്തുന്നതായാണ് റിപ്പോർട്ട്. UAE പ്രവർത്തിക്കുന്ന മലയാളികളായ സ്വർണ്ണക്കടത്ത് സംഘങ്ങളാണ് നിരാലംബരായ യുവതീ യുവാക്കളെ വലവീശി പിടിക്കുന്നത്. ഇതിന് സ്ത്രീകളെയും ഉപയോഗിച്ചു വരികയാണ്. വന്ദേ ഭാരത് മിഷൻ പദ്ധതി വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നവരെ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കിയാൽ ഇന്ത്യൻ സമ്പദ്ഘടനയെ തന്നെ തകർക്കുന്ന സ്വർണ്ണക്കടത്ത് ഒരളവ് വരെ തടയാൻ കഴിയും. വലയിൽ വീഴുന്നത് നിരാലംബരായ യുവതീ യുവാക്കൾ. ബന്ധുക്കളോ പരിചയക്കാരോ ഇല്ലാതെ സന്ദർശക വിസയിൽ ജോലി അന്വേഷിച്ചെത്തിയ പലരും കോവിഡ് വ്യാപകമായതിനെ തുടർന്ന് UAE ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ദുരിതത്തിലായിരുന്നു. വന്ദേ ഭാരത് മിഷൻ പദ്ധതിയിലൂടെ സന്നദ്ധ സംഘടനകളുടെയും മറ്റും സൗജന്യ ടിക്കറ്റിലാണ് പലരും ഒടുവിൽ ഈ മടക്കയാത്ര പോലും സാധ്യമാക്കിയത്. പോകുമ്പോൾ ഇവരിൽ പലരും ചുരുങ്ങിയത് 1 കിലോ സ്വർണം കൊണ്ടുപോവുകയായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തുന്നത്. കൂടാതെ താമസ വിസ കാലാവധി കഴിഞ്ഞ് ദുരിതം പേറി അനധികൃതമായി കഴിഞ്ഞിരുന്ന ചെറുകിട ജോലിക്കാരും കഫ്റ്റേരിയ, ഗ്രോസറി ജീവനക്കാരും മറ്റും സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ കാരിയർമാരായി പ്രവർത്തിച്ചു. ഇപ്പോഴും വന്ദേ ഭാരത് മിഷൻ പദ്ധതിയുടെ ഭാഗമായുള്ള മിക്ക വിമാനങ്ങളും ഇത്തരത്തിൽ സ്വർണം കൊണ്ടുപോകുന്നുവെന്നാണ് വിവരം. ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ ഇവരെ സഹായിക്കാൻ ചില കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നുമുണ്ട്. അല്ലാതെ ഇത്തരത്തിൽ ഒരിക്കലും സ്വർണം കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് നേരത്തെ കാരിയറായി പ്രവർത്തിച്ചിരുന്ന മലപ്പുറം സ്വദേശി പറയുകയുണ്ടായി. ഒട്ടേറെ പ്രാവശ്യം കൊണ്ടുപോകുമ്പോൾ എന്നെങ്കിലും ഒരിക്കൽ ചെറിയ തോതിലുള്ള സ്വർണ്ണക്കടത്ത് പിടികൂടി വിമർശകരുടെ വായടക്കുകയാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. സ്വർണ്ണക്കടത്തുകാർ ജീവന് ഭീഷണി ഉയർത്തുന്നു എന്ന് കഴിഞ്ഞ ദിവസം പരാതിപ്പെട്ട ഷാർജയിൽ താമസിക്കുന്ന തിരുവനന്തപുരം കടക്കൽ സ്വദേശിനി ഷീജ കാരിയർമാരായി ഒട്ടേറെ യുവതികളെ താൻ ഏർപ്പാടാക്കി നൽകിയിരുന്നുവെന്ന് വെളിപ്പെടുത്തുകയാണ്. ഒരു കാരിയറെ കണ്ടെത്തിയാൽ 200 ദിർഹം പ്രതിഫലം ലഭിച്ചിരുന്നതായും ഇവർ തുറന്നു പറയുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.